വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തലയെ ഒതുക്കി. അപ്പോൾ ഈ ഹരിപ്പാട്ടുകാർക്ക് ചിലത് പറയാനുണ്ടാവും അല്ലേ? നമുക്കത് സുധീഷ് ഗോപാലിനോടാണ് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കാത്തതിലുള്ള അതൃപ്തി ഹരിപ്പാട്ടെ കോൺഗ്രസ് UDF പ്രവർത്തകരിൽ പ്രകടമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കാണില്ല, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണില്ല ഇത്തരത്തിലൊരു സാഹചര്യം അല്ലേ? അതായത് മറ്റുള്ളിടത്ത് കാണിച്ച ഒരു മാന്യതയുണ്ട്, മര്യാദയുണ്ട്. കേരളത്തിൽ ആ ഒരു മര്യാദ കാണിച്ചില്ല എന്നാണ് നേതൃത്വം തന്നെ, അതായത് ഹരിപ്പാട്ടെ നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന് പാർട്ടി നേതൃത്വം അടിമപ്പെടുന്നുവെന്ന ആക്ഷേപം കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ തന്നെ പ്രകടമാണ്. ആ അഭിപ്രായം തന്നെയാണ് അവർക്കും പങ്കുവെക്കാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് സുധീഷ് ഗോപാലിനോട് തന്നെ ചോദിക്കാം. സുധീഷ്, എന്തായാലും ഹരിപ്പാട്ടെ കോൺഗ്രസുകാർ വലിയ പ്രതീക്ഷയിലായിരുന്നു. അവർ ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. പക്ഷേ അവസാന നിമിഷം പോലും, എന്തിനേറെ പറയുന്നു, ചെന്നിത്തലയെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു UDFുകാർ. നമ്മൾ നേരത്തെ വിനീഷ് പറഞ്ഞിരുന്നു, അതായത് അടുക്കളവാതിൽ വഴി ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ചെന്നിത്തലയ്ക്കുണ്ടായത്. അത്രത്തോളം അധപതിച്ചു പോയി പാർട്ടി. എന്താണ് അവർക്ക് പറയാനുള്ളത്? ത്യാഗി ഗൗതം, ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കോൺഗ്രസിലെ ഇത്തവണ വിജയിച്ചു വന്നതിൽ ഏറ്റവും സീനിയറായ MLA ആണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. ആഭ്യന്തര മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും KPCC പ്രസിഡന്റായും 27ാമത്തെ വയസ്സിൽ മന്ത്രിയായും ഒക്കെ ചുമതല വഹിച്ച ഒരു വ്യക്തിയാണ്. ആ അനുഭവ സമ്പത്ത്, അത് പാർലമെൻറ്റിൽ അംഗമായിരുന്നു. ഈ രീതിയിലെല്ലാം പ്രവർത്തിച്ച ഒരു വ്യക്തിയെ പരിഗണിക്കാതെ ഇരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനമായി ഹരിപ്പാട്ട് കോൺഗ്രസും UDFും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, രമേശ് ചെന്നിത്തല മന്ത്രിയാവുമ്പോൾ ഏതാണ്ട് കോളേജ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി മുഖ്യമന്ത്രിയാവുകയും അതിൻ്റെ കീഴിൽ മന്ത്രിയാവാൻ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദുരവസ്ഥ. അതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസ്സുകാർക്കിടയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇനി ഒരു അവസരം മുഖ്യമന്ത്രിയായി വരാൻ രമേശ് ചെന്നിത്തലയ്ക്കില്ല. അതെങ്കിലും പരിഗണിക്കേണ്ടതായിരുന്നു. ഇത്രയേറെ കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി, അതിലുപരി ഇത്തവണത്തെ വിജയത്തിലും വലിയ പങ്ക് വഹിച്ച ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായം തന്നെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിയത് കടുത്ത അതൃപ്തിയും നിരാശയും എല്ലാമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരാവണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഘടകകക്ഷികൾ പറയുന്ന, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തങ്ങളെ അറിയിക്കണമെന്ന നിലപാടെടുക്കാനുള്ള ഒരു സാഹചര്യം അത് മുന്നണിയിൽ ഒരിക്കലും ഉണ്ടാവരുതായിരുന്നു എന്ന അഭിപ്രായം അടക്കം കോൺഗ്രസ് UDF പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നു. നമുക്കിപ്പോൾ ആലപ്പുഴ DCC ജനറൽ സെക്രട്ടറിയായ മുഞ്ഞനാട്ട് രാമേന്ദ്രനുണ്ട്. രമേശ് ചെന്നിത്തലയുടെ പ്രധാന അനുയായി കൂടിയാണ്. അദ്ദേഹത്തോടു കൂടി തന്നെ ഈ ഒരു അവസരത്തിൽ എന്താണ് ഇവരുടെ നിലപാട്, അഭിപ്രായം എന്ന് ചോദിക്കാം. ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി പരിഗണിച്ചപ്പോൾ രമേശ് ചെന്നിത്തല തഴയപ്പെട്ടു. അതിലെന്താണ് ഒരു വികാരം തോന്നുന്നു? തീർച്ചയായും ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കടന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ നിഷ്പക്ഷരായ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ 12 മണിയോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം വന്നപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ദുഃഖത്തോടെയും ഞെട്ടലോടെയും കൂടിയാണ് ആ വാർത്ത ശ്രവിച്ചത്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം ഞങ്ങൾ സർവാത്മന അംഗീകരിക്കും. ശ്രീ രമേശ് ചെന്നിത്തലയും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില ഘടകകക്ഷികളുടെ അമിതമായ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു സംശയം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതൊരിട്ടും നീതീകരിക്കാനൊക്കാത്ത ഒരു കാര്യമാണ്. ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു സീനിയറായ നേതാവ്, അദ്ദേഹം KSUവിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ NSUവിലൂടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ എത്തി. ആ കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന് വലിയ സംഭാവനകൾ, കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നതിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. ഞങ്ങളിപ്പോഴും ഓർക്കുന്നു, അന്ന് കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്ന ലീഡർ ശരീരനായ K. കരുണാകരൻ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോട് വിട പറഞ്ഞു പോയപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ മറ്റൊരാളില്ല എന്ന നിലയിലാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ KPCയുടെ അധ്യക്ഷനാക്കിയത്. വലിയ പരിശ്രമമായിരുന്നു, വലിയ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇവിടെ ഭരണത്തിലെത്തിച്ചു. പിന്നീട് ലീഡറെ അടക്കം തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ അപ്പോൾ അതൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്ത മഹത്തരമായ സംഭാവനകൾ. അത് മാത്രമല്ലല്ലോ, ചെറുപ്രായത്തിൽ തന്നെ മന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം കറുത്ത റോഡുകളാക്കി മാറ്റുവാൻ വലിയ പരിശ്രമം ചെയ്തു. ആഭ്യന്തരമന്ത്രിയായപ്പോൾ ചെയ്ത സംഭാവനകൾ, MP എന്നുള്ള നിലയിൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഒക്കെ ചെയ്ത വലിയ സംഭാവനകൾ. അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി കണക്കിലെടുക്കേണ്ടതായിരുന്നു ഈ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം, അദ്ദേഹത്തിൻ്റെ
സംഘടനാപരമായ പാടവം, എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ കഴിവ്, ഇതൊക്കെ കൂടി പരിഗണിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിലേക്ക് വരും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്പം ഇതിന് ഈ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ അവഹേളനം അത് KC വേണുഗോപാലിനും നേരിട്ടു, രമേശ് ചെന്നിത്തലയ്ക്കും നേരിട്ടു. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഹരിപ്പാട്ട UDFൻ്റെ നേതൃത്വം അത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ്. അതിലൊരു ആസൂത്രിത നീക്കം ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ശ്രീ KC വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനാപരമായ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ധാരാളം വിയർപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നൽകിയ ഒരു നേതാവ് കൂടിയാണ്. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല പ്രചരണ സമിതി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പോയി എത്രയോ യോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില അനാരോഗ്യങ്ങൾ പോലും അവഗണിച്ചുകൊണ്ട് നടന്ന് ഈ 102 MLA-മാരെ ഉണ്ടാക്കുന്നതിൽ ശ്രീ VD സതീശനോടൊപ്പം ശ്രീ KC വേണുഗോപാലിനോടൊപ്പം ഒട്ടും മോശമല്ലാത്ത പങ്ക് വഹിച്ച നേതാവാണ്. ഇവരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ധാരാളം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. പിന്നെ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് ചില അനുകൂലമായ പ്രകടനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായത് സ്വാഭാവികമായ ജനങ്ങളുടെ ഒരു പ്രതികരണമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഉണ്ടാക്കിയെടുത്ത, എന്തിനോ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ചില സമ്മർദ്ദ തന്ത്രങ്ങളാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് ഇതിൽ ആസൂത്രിതമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി VD സതീശന് വേണ്ടി തന്നെ അത്തരം ആസൂത്രണങ്ങൾ നടന്നു എന്ന സംശയം നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ അവഹേളിക്കപ്പെടുന്നു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയെ പരിഗണിക്കുമ്പോൾ അതിലൊരു സീനിയോറിറ്റി പരിഗണിച്ചിരുന്നു. അതും രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നതടക്കമുള്ള നിരാശയും വലിയ അതൃപ്തിയുമാണ് ഹരിപ്പാട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയാനുള്ളത്. ഗൗതം രാഹി. ശരി സുധീഷ്, കോൺഗ്രസ്സുകാർ വലിയ അതൃപ്തിയിലാണ്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ അമർഷം പ്രകടിപ്പിക്കുകയാണ്. അതിൽ ചെന്നിത്തലയുടെ സീനിയോറിറ്റി പറഞ്ഞുകൊണ്ടാണ് ഹരിപ്പാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ ഉൾപ്പെടെ കടന്നാക്രമിക്കുന്നത്. അപ്പോൾ ജയിച്ചിട്ടും കസേര കിട്ടാത്തവർ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തോറ്റു തുന്നം പാടിയവർ ഇപ്പോൾ എങ്ങനെ തോറ്റു എന്നുള്ള പഠനത്തിലുമാണ്. അതെ.